ചേർത്തല അർത്തുങ്കൽ ബൈപ്പാസിലും റെയിൽവേ സ്റ്റേഷൻ പ്രദേശത്തും അണലിപ്പാമ്പുകളുടെ ശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസവും ഒരാൾക്ക് കടിയേറ്റു. അണലിപ്പാമ്പുകൾ അനുദിനം വർദ്ധിക്കുന്നുവെന്ന് നാട്ടുകാർ. ചേർത്തല അർത്തുങ്കൽ ബൈപ്പാസ് ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം വിഷപ്പാമ്പ് ഭീഷണി രൂക്ഷം. അണലിവർഗത്തിൽപ്പെട്ട പാമ്പ് ഇവിടങ്ങളിൽ സാധാരണമാണ്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 2 പേർക്കാണ് അണലിയുടെ കടിയേറ്റത്. റെയിൽവേ സ്റ്റേഷൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വെച്ചായിരുന്നു ആദ്യം യുവാവിന് കടിയേറ്റത്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ 23 വയസ്സുകാരന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആഴ്ചകൾ നീണ്ട ചികിത്സ വേണ്ടിവന്നു. ഒരാഴ്ച മുൻപ് അർത്തുങ്കൽ ബൈപ്പാസിൽ CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ബാനർ കെട്ടുകയായിരുന്ന ചിത്രൻ എന്ന പ്രവർത്തകനും പാമ്പ് കടിയേറ്റു. ഇത് രണ്ടാമത്തേത്. സംസ്ഥാന സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷൻ തൊട്ടിങ്ങിട്ട് പതാക കെട്ടുവരികയായിരുന്നു. അപ്പോൾ നമ്മുടെ ബൈപ്പാസിൻ്റെ അവിടെ ചേർത്തല ബൈപ്പാസിൻ്റെ അവിടെ വന്ന് അവിടെ കെട്ടിത്തീർന്ന് പിന്നെ ഒരു കോശലായിട്ട് കെട്ടാനായിട്ട് പോയി കൊടിയായിട്ട് അങ്ങോട്ട് ചെല്ലി കെട്ടാനായിട്ട് നിൽക്കുകയും ഇറങ്ങി അങ്ങോട്ട് ചെല്ലുകയും എന്തോ കടിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ കടിച്ചെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ ചേർത്ത് വന്നു. പിന്നെ റോട്ടിൽ വെട്ടത്ത് വന്ന് നോക്കിയപ്പോൾ കാലിൽ നിന്ന് ചോര പൊടിയുന്നുണ്ട്. ഉടനെ ഒരു തുണി വലിച്ച് കെട്ടിക്കൊണ്ട് ഞാൻ നേരെ നമ്മുടെ താലൂക്ക് ആശുപത്രിയിലേക്ക് ഞങ്ങൾ വണ്ടിയിൽ ഉടനെ എത്തിയാണ്. താലൂക്ക് ആശുപത്രിയിൽ ചെന്ന് ബ്ലഡ് പരിശോധിച്ച് നോക്കിയിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ വന്ന് ഞാൻ നിർബന്ധമായിട്ട് ഞങ്ങൾ പിന്നെ പറയും ഇത് എന്തോ കടിച്ചതാണെന്ന് പറഞ്ഞു. ആ കടിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ നേരെ വേറെ ഒരു ടെസ്റ്റിന് വേണ്ടി അവർ നേരെ പ്രൈവറ്റായിട്ട് തന്നു. അത് എക്സ്റേ ആശുപത്രി കൊണ്ടുപോയി ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. എക്സ്റേ ആശുപത്രി ടെസ്റ്റ് ചെയ്ത് ആ ടെസ്റ്റ് ഫലം വന്നപ്പോൾ അതിൽ വിഷം തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. അവരുടെ ആ ചികിത്സ ചേർത്തല ആശുപത്രിയുടെ ചികിത്സ പിഴവ് കൊണ്ടാണ് അത്രയും താമസിച്ച്. അങ്ങനെ പിറ്റേ കാലത്തെ തന്നെ പിന്നെ ആ ഡോക്ടറുടെ പേര് MD കാരൻ വന്ന് നോക്കിയപ്പോൾ പുള്ളി ആ റിസൾട്ട് കണ്ടപ്പോൾ തന്നെ പറഞ്ഞ് ഇത് വിഷം ബാധിച്ചിട്ടുണ്ട്, എത്രയും വേഗം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞു. കമ്പി കാലിൽ തറച്ചതാണെന്ന് ആദ്യം കരുതിയെങ്കിൽ ദേഹാസ്വാസ്ഥ്യമുണ്ടായപ്പോൾ ആദ്യം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അവിടെ വെച്ചാണ് അണലിയാണ് കടിച്ചതെന്ന് തിരിച്ചറിഞ്ഞത്. അർത്തുങ്കൽ ബൈപ്പാസിന് സമീപത്തും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ഇറക്കിയ പൂഴിയാണ് അണലി ഇത്രയും വർദ്ധിക്കാൻ കാരണമെന്ന് പരിസരവാസികൾ പറയുന്നു. മാത്രമല്ല, റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിത്യേന ഉപേക്ഷിക്കുന്ന ഭക്ഷണാവശിഷ്ടവും കാരണമാകുന്നുണ്ട്. ഇത് തിന്നാൻ എലികളും തവളയും വരുന്നുണ്ടെന്നും അവയെ തിന്നാൻ വിഷപ്പാമ്പുകൾ വരുന്നുണ്ടെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. റോഡരികിൽ വിഷപ്പാമ്പ് ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അടിയന്തരമായി ഈ പ്രദേശങ്ങൾ വെട്ടിത്തെളിച്ച് വിഷപ്പാമ്പ് ശല്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിൻമീഡിയ ചേർത്തല.